ഹലോ എവരി വൺ, എന്തെല്ലാം വിശേഷം? ഇന്ന് ഫ്രൈഡേ ഓഫ് ഡേ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന ഒരു വ്ളോഗാണിത്. ഖത്തറിൽ ഈ ചെരിഞ്ഞ പള്ളി നിൽക്കുന്ന പ്ലേസിലെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിൻ്റെ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫ്രൈഡേ ആഫ്റ്റർനൂണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു 4:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ആക്ച്വലി 5 ആണെന്ന് തോന്നുന്നു അവിടെ ക്ലോസിങ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെയും കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലത്തേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് പോയതും. പിന്നെ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്താ പറയുക, ഒരു നാട്ടിലത്തൊരു ടച്ച് നമുക്ക് കിട്ടും. എന്താ പറയുക, ഒരു ഖത്തറിന്ന് മാറി നിന്നിട്ടുള്ളൊരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങോട്ടേക്ക് പോയാൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മെയിനായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് മയിലാണ്. അത് ശരിയാണ്, കൂടുതൽ മയിൽ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ കുറേ ഈത്തപ്പഴം തോട്ടമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയ കുറേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ എൻട്രൻസിലോട്ട് കടക്കുകയാണ്. ഇവിടെ ID വേണമെന്നൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഫാമിലി ആയതുകൊണ്ടെന്നറിയില്ല, ഞങ്ങളോട് ID ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി ID വേണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ കയറുമ്പം തന്നെ ഇങ്ങനെ സൈഡിൽ കുറേ മരങ്ങളും ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഇവിടെ കുറേ ചെമ്മരിയാട് വളർത്തുന്ന ഒരു ഫാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം മീൻസ് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ പിന്നെ കുറേ ഹോഴ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് ഹോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ പുറത്തൊരു 5-6 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. പെർമിഷൻ മീൻസ് അവിടെ ഒരു ഗാർഡ് ഉണ്ട്. ആക്ച്വലി ഗാർഡ് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഇനി നൈറ്റ് ഷിഫ്റ്റുള്ള ഗാർഡ് വരണം. അപ്പോൾ സെക്യൂരിറ്റിനോട് ചോദിച്ചാൽ പറഞ്ഞ് ആ ഗാർഡ് വരെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് വരും എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം വണ്ടി എടുത്ത് പിന്നെ വേറെ കാഴ്ചകൾ കാണാൻ റൗണ്ട് ചെയ്ത് പോവുക ചെയ്തത്.
അവിടുന്ന് ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് നടന്നു പോയി. അപ്പോൾ കുറേ മൈൽ, ഇഷ്ടംമാതിരി മൈലുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകും തോറും നമ്മുടെ ക്രോസ് ചെയ്ത് മൈലിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോയി. അവിടെയും കുറേ മൈലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടേക്ക് വന്ന്, ഇതാണ് ഖത്തർ അവിടെയുള്ള മ്യൂസിയം. പക്ഷേ എനിക്ക് എൻട്രി ക്ലോസ് ആയി പറഞ്ഞു, കാരണം 6:30 വരെ അവിടെ ടൈം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവിടെയെല്ലാം കണ്ടു വരുമ്പോഴേക്ക് ക്ലോസ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ബർഗർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച്, പിന്നെ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ തൊട്ടടുത്തിരുന്ന് അവിടെ ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കിന് കുറച്ച് ടൈം കഴിഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് നോക്ക്, എന്ത് രസമല്ലേ കാണാൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം ഒരു വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി, കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്ലോഗ് കണ്ടതിന് താങ്ക്സ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.